ഹലോ. ചിക്കനും ബീഫും ഒന്നും കഴിക്കാത്തവർക്ക് അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. സോയ ഫ്രൈ അല്ലെങ്കിൽ സോയ വരട്ടിയത്. അതിനു വേണ്ടി കുറച്ച് സോയാബീൻ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാലും മതി. ഒരു 2 മിനിറ്റ് തിളപ്പിക്കാൻ വെക്കാം. അപ്പോഴേക്കും അതൊരു ഹാഫ്ലി കുക്കാകും. എന്നിട്ട് അതൊന്ന് തണുത്ത വെള്ളത്തിലേക്ക് ഊറ്റിയെടുക്കാം. ഇനി അതൊന്ന് ചൂടാറിയ ശേഷം അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ചേർത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു പച്ചമുളക് കീറിയിട്ടതും കുറച്ച് കറിവേപ്പിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള വാടാൻ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വാട്ടിയെടുക്കാം. അപ്പോൾ 2 ഉള്ളിയും ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതൊക്കെ ചേർത്തൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതൊക്കെ ഒന്ന് മിക്സ് ആക്കി പൊടികളുടെ ഒക്കെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിട്ടുള്ള സോയ ചേർത്ത് കൊടുക്കാം. സോയാബീനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്, ഫസ്റ്റിൽ ചേർത്തിട്ടില്ല. ഇനി കുറച്ച് ടൊമാറ്റോ സോസും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ തന്നെ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ സോയ വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ആക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. ചിക്കനും ബീഫും ഒക്കെ വരട്ടിയ പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ചോറിൻ്റെ ഒപ്പം ആയാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ആയാലും പെർഫെക്റ്റ് മാച്ചാണ്. അത് മാത്രമല്ല ഹൈ പ്രോട്ടീനും വൈറ്റമിനും അടങ്ങിയിട്ടുള്ള ഒരു സാധനം കൂടിയാണ് ഈ സോയ. കുട്ടികൾക്ക് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.